2026 UCL ഏറ്റവും ആവേശകരമായ മത്സരമായിരുന്നു ഇന്നലെ അരങ്ങേറിയിരുന്നത്. അത് UCLന്റെ സെമി ഫൈനലിൽ ഏറ്റുമുട്ടിയിരുന്നത് ബയേണും PSG-യുമായിരുന്നു. വൻശക്തികൾ നേർക്കുനേർ ഏറ്റുമുട്ടുമ്പോൾ മത്സരത്തിന്റെ ആവേശം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതിലും അപ്പുറമായിരുന്നു. ഇരു ടീമുകളും ആർക്കു മുൻപിലും തലകുനിക്കാൻ തയ്യാറല്ലായിരുന്നു. മരണം വരെ പോരാടാൻ വേണ്ടി തന്നെ ഇരു ടീമുകളും കളിക്കുന്നു. രണ്ടു ടീമുകളും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. അതുകൊണ്ട് തന്നെ മത്സരത്തിലെ സ്കോർ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നതല്ലായിരുന്നു. അങ്ങനെ UCLന്റെ രാത്രിയെ കോരിത്തെരിപ്പിച്ചുകൊണ്ട് ആവേശകരമായ മത്സരം അങ്ങനെ ആരംഭിക്കുന്നു. മത്സരം ആരംഭിച്ചതും ഇരു ടീമുകളും ശക്തമായി തന്നെയായിരുന്നു കളിച്ചുകൊണ്ടേയിരുന്നത്. മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ ബയൺ മ്യൂണിക്കിന് അനുകൂലമായി ഒരു പെനാൾട്ടി ലഭിക്കുന്നു. അതെടുക്കുന്നത് അവരുടെ നായകനായ ഹാരി കെയ്ൻ. അയാൾക്ക് പിഴക്കുന്നില്ല. അയാളത് ലക്ഷ്യത്തേക്ക് എത്തിച്ചുകൊണ്ട് ആവേശകരമായ മത്സരത്തിലെ ആദ്യ ഗോൾ നേടിയിരിക്കുന്നു. PSG ആരാധകരെ ഒന്നടക്കം നിരാശപ്പെടുത്തുന്ന നിമിഷം, ബയൺ ആരാധകരെ ഒന്നടക്കം രോമാഞ്ചപ്പെടുത്തുന്ന നിമിഷം. ഹാരി കെയ്ന്റെ മികച്ച പെനാൾട്ടി ഗോളിലൂടെ ബയൺ മ്യൂണിക്കിൽ ലീഡ് ഉയർത്തിയിരിക്കുന്നു. ഇപ്പോൾ 1-0 എന്ന സ്കോറിൽ മത്സരത്തിൽ വിജയിച്ചു നിൽക്കുന്നത് ബയൺ ആണ്. മത്സരത്തിന്റെ 25-ാം മിനിറ്റിൽ PSG-യുടെ ഒരു മുന്നേറ്റം കാണാം. PSG വിങ്ങറായ ക്വാറ്റ്സ്കേലിയ ബോളുമായി വരുന്നു. ബയൺ ഡിഫൻഡർമാരെ എല്ലാം മറികടന്നുകൊണ്ട് അയാളുടെ മികച്ചൊരു ഷോട്ട്, അത് ലക്ഷ്യം കാണുന്നു. PSG ആരാധകരെ ഒന്നടക്കം ആവേശപ്പെടുത്തിക്കൊണ്ട് PSG ആ മത്സരത്തിൽ ഗോൾ നേടിക്കൊണ്ട് മത്സരത്തെ സമനിലയിലേക്ക് എത്തിച്ചിരിക്കുന്നു. അതും മികച്ചൊരു ഗോളിലൂടെ തന്നെ. തുടർന്ന് മത്സരത്തിന്റെ 34-ാം മിനിറ്റിൽ PSG-ക്ക് അനുകൂലമായ ഒരു കോർണർ ലഭിക്കുന്നു. ഓസ്മാൻ ഡെംബെലയിൽ നിന്നും മികച്ചൊരു ക്രോസ് തന്നെയാണ് വരുന്നത്. അത് ജാവനസ് ലക്ഷ്യത്തേക്ക് എത്തിക്കുന്നു. മത്സരത്തിൽ ആദ്യം തന്നെ ഒരു ഗോൾ നേടി ആവേശകരമായ മുന്നേറ്റം കാഴ്ചവെച്ചതായിരുന്നു ബയൺ. എന്നാൽ ബയൺ ആരാധകരെ നിരാശപ്പെടുത്തുന്ന തിരിച്ചടിയാണ് PSG-യിൽ നിന്നും ലഭിച്ചത്. 2 ഗോളുകൾ PSG തിരിച്ചടിച്ചുകൊണ്ട് മത്സരത്തിലേക്ക് തിരികെ വന്നിരിക്കുന്നു. മത്സരം അങ്ങനെ ആവേശകരമായി തന്നെ മുൻപോട്ട് കുതിക്കുന്നു. അതുകൊണ്ടൊന്നും തളരാൻ ബയൺ മ്യൂണിക് തയ്യാറായിരുന്നില്ല. മത്സരത്തിന്റെ 42-ാം മിനിറ്റിൽ ബയൺ താരമായ ഒലീസയുടെ മികച്ചൊരു മുന്നേറ്റം കാണാം. PSG ഡിഫൻഡർമാരെ മികച്ച രീതിയിൽ തന്നെ കീഴടക്കിക്കൊണ്ട് അയാളുടെ മികച്ചൊരു ഷോട്ട്, അത് ലക്ഷ്യം കാണുന്നു. മത്സരത്തിന്റെ ആദ്യ പകുതി അവസാനിക്കുമ്പോഴേക്കും മത്സരത്തിൽ വീണ്ടും ബയൺ മ്യൂണിക് ഗോൾ നേടിക്കൊണ്ട് മത്സരത്തെ സമനിലയിലേക്ക് എത്തിച്ചിരിക്കുന്നു. ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈം. ഇവിടെ ഓസ്മാൻ ഡെംബെലയിൽ നിന്നും ഒരു ക്രോസ് കാണാം. അത് ബയൺ ഡിഫൻഡറിന്റെ കയ്യിൽ തട്ടുന്നു. തുടർന്ന് PSG-ക്ക് അനുകൂലമായി ഒരു പെനാൾട്ടി ലഭിക്കുന്നു. കിക്കെടുക്കുന്നത് ഓസ്മാൻ ഡെംബെലയാണ്. അയാൾ അത് മികച്ച രീതിയിൽ തന്നെ ലക്ഷ്യത്തേക്ക് എത്തിക്കുന്നു. ആവേശകരമായ മത്സരത്തെ വീണ്ടും രോമാഞ്ചപ്പെടുത്തിക്കൊണ്ട് മത്സരത്തിന്റെ സ്കോർ ബോർഡ് ഇപ്പോൾ 3-2 എന്ന സ്കോറിലേക്ക് എത്തിയിരിക്കുന്നു. വീണ്ടും ബയൺ മ്യൂണിക്കിനെ തകർത്തുകൊണ്ട് PSG ഗോൾ നേടി മുന്നേറുകയാണ്. അങ്ങനെ ആവേശകരമായ മത്സരത്തിന്റെ ആദ്യ പകുതി അവസാനിക്കുന്നു. രണ്ടാം പകുതി ആരംഭിച്ചതും ഇരു ടീമുകളും ശക്തമായി തന്നെ മുന്നേറ്റങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു. എന്നാൽ അതൊന്നും ലക്ഷ്യം കണ്ടില്ല. ഇവിടെ PSG താരമായ അഷ്റഫ് ഹക്കീമിൽ നിന്നും ഒരു പന്ത് വരുന്നു. ക്വാറ്റ്സ്കേലിയ അത് സ്വീകരിച്ചുകൊണ്ട് മികച്ചൊരു ഷോട്ട് എടുക്കുന്നു, അത് ലക്ഷ്യം കാണുന്നു. ആവേശകരമായ മത്സരത്തിൽ വീണ്ടും PSG ലീഡ് ഉയർത്തുന്ന കാഴ്ച. PSG ആരാധകർ ഒന്നടക്കം രോമാഞ്ചപ്പെടുത്തുന്ന നിമിഷം. മത്സരം 4-2 എന്ന സ്കോറിൽ PSG മുൻപിട്ട് നിൽക്കുന്നു. അവിടെയും നിൽക്കുന്നില്ല PSG-യുടെ ഗർജനം. 2 മിനിറ്റുകൾക്കപ്പുറം വീണ്ടും PSG-യുടെ മറ്റൊരു മുന്നേറ്റം. ഓസ്മാൻ ഡെംബെലയിൽ നിന്നും മികച്ചൊരു ഷോട്ട്, മാനുവൽ ന്യൂയറിനെ വെറും നോക്കുകുത്തിയാക്കിക്കൊണ്ട് അതും ലക്ഷ്യത്തേക്ക് എത്തുന്നു. മത്സരത്തിലെ 5-ാമത്തെ ഗോൾ PSG നേടുന്ന നിമിഷം, ബയൺ ആരാധകരുടെ ഹൃദയം തകർക്കുന്ന നിമിഷം. മത്സരത്തിൽ 5-2 എന്ന സ്കോറിൽ ഇപ്പോൾ വിജയിച്ചു നിൽക്കുന്നത് PSG ആണ്. ബയണിന്റെ ഹൃദയം തകർക്കുന്ന കാഴ്ചയായിരുന്നു അത്. ബയൺ ആരാധകരെല്ലാവരും തലകുനിച്ച് നിൽക്കുന്നു. മത്സരത്തിൽ ഇനിയൊരു തിരിച്ചുവരവ് സാധ്യമല്ലായിരുന്നു. ഒരുപാട് പ്രതീക്ഷകളുമായി വന്നെങ്കിലും ആ മത്സരത്തിൽ നിരാശയായിരുന്നു ബയണിന് ഫലം. വിട്ടുകൊടുക്കാൻ ബയൺ മ്യൂണിക് ഒട്ടും തയ്യാറില്ലായിരുന്നു. മത്സരത്തിൽ ബയൺ മ്യൂണിക്കിന് അനുകൂലമായ ഫ്രീ കിക്ക് ലഭിക്കുന്നു. കിമ്മിച്ചിൽ നിന്നും മികച്ചൊരു ക്രോസ്, അത് ഉപമെക്കാനു ലക്ഷ്യത്തേക്ക് എത്തിച്ചുകൊണ്ട് ബയണിന് ആശ്വാസം എന്നോണം ഒരു ഗോൾ കൂടെ നേടുന്നു. ഇവിടെ ബയൺ മ്യൂണിക് താരമായ ഹാരി കെയ്നിൽ നിന്നും ഒരു ലോങ് ബോൾ വരുന്നു. അതെത്തുന്നത് ഡിയസിലേക്ക്. PSG ക്യാപ്റ്റനായ മെർക്കിനോസിനെ നിഷ്പ്രയാസം കീഴടക്കിക്കൊണ്ട് അയാളത് ലക്ഷ്യത്തേക്ക് എത്തിക്കുന്നു. മത്സരം 5-4 എന്ന സ്കോറിൽ അവസാനിക്കുന്നു. PSG ആണ് മത്സരത്തിൽ വിജയിക്കുന്നത്. ഈ മത്സരത്തിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്. അലയൻസ് അറീനയിൽ 2ാം ലെഗ് മത്സരത്തിന് വേണ്ടി ഇരു ടീമുകളും ബൂട്ടുകെട്ടുമ്പോൾ അവിടെ കാണാൻ പോകുന്നത് തീപ്പാറും പോരാട്ടമായിരിക്കും. വിട്ടുകൊടുക്കാൻ താല്പര്യമില്ലാത്ത ഇരു ടീമുകളും ശക്തമായി നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ആവേശകരമായ മത്സരം. കാത്തിരിക്കാം നമുക്ക് അലയൻസ് അറീനയിൽ ഏറ്റുമുട്ടാൻ പോകുന്ന ആ വലിയ മഹായുദ്ധത്തിന് വേണ്ടി.